കുറിച്ച് പറയുകയാണെങ്കിൽ നല്ല കൂളായിട്ടുള്ള എല്ലാ റിലേഷൻഷിപ്പിന് ഇത്രയും പ്രാധാന്യം കൊടുക്കുന്ന ഒരു കുട്ടി ഉണ്ടാവില്ല. കാരണം ഞങ്ങൾ വയനാട്ടിലാണെങ്കിലും ആൾ എപ്പോഴും ഞങ്ങളായിട്ട് കോണ്ടാക്ട് വെക്കും. അവൾ കാരണമാണ് നമ്മുടെ ബന്ധങ്ങൾ കുറച്ചും കൂടി എന്താ പറയുക ആഴത്തിൽ പോകുന്നത്. ഭയങ്കര സ്മൈലിംഗ് ഫേസ് എപ്പോഴും കീപ്പ് ചെയ്യുക, എപ്പം പോസിറ്റീവാണ്, ചിരിച്ചുകൊണ്ടല്ലാതെ കാണൂല. ചക്കര കുട്ടിയാണ്. വെച്ചാൽ ഒരു ദിവസം അമൃത രണ്ടാമത്തെ ആദിത്യ കുട്ടി ഉണ്ടായ സമയത്ത് ആദിത്യനെ കാണാൻ വേണ്ടി പോയിരുന്നു. ഇവിടെ നമ്മുടെ കടന്നപ്പള്ളി കാണാൻ പോയപ്പോൾ ഞാനും മാമനും കൂടെ പുറത്തേക്ക് പോയ സമയത്ത് ഇവള് വാശി പിടിച്ചു ഞങ്ങളോടൊപ്പം വരണം എന്ന് പറഞ്ഞു. അപ്പോൾ ഞങ്ങൾ അവരെ കൂട്ടാതെയാണ് ടൗണിലേക്ക് പോയത്. തിരിച്ചു വരുമ്പോഴേക്കും അമൃതയുടെ ഉഗ്രരൂപിണിയായിട്ട് അമൃതയാണ് കാണുന്നത്. ഒരു 3-4 വയസ്സ് പ്രായമായ ഉഗ്രരൂപിണിയായ അമൃതയുടെ കരച്ചിൽ ഒരുപക്ഷെ ഒരു കുട്ടി ഇതുപോലെ കരയുന്നതായിട്ട് ഞാൻ കണ്ടിട്ടില്ല. അകത്ത് കിടന്ന് ഇങ്ങനെ തെരഞ്ഞ് കരഞ്ഞ് കാലിൻ്റെ 2 ഭാഗം ഇങ്ങനെ കുത്തി ഒരു 1.5 മണിക്കൂർ കരഞ്ഞു. ഞാൻ ഇതുപോലെ കുട്ടികൾ കരയാൻ പറ്റുമോ എന്ന് എനിക്ക് ഇപ്പോഴാണ് അറിയുന്നത്. പലപ്പോഴും ഇതുപോലെ ഒരു പിടിവാശിക്കാരിയായിരിക്കും അമൃത എന്നാണ് വിചാരിച്ചത്. പക്ഷെ വളർന്ന് വലുതായപ്പോൾ വലിയ പക്വത കൊണ്ടും സ്വഭാവം കൊണ്ടും ഒക്കെ ഭയങ്കര നന്മയുള്ള നല്ലൊരു അനുജത്തിയായിട്ടാണ് വളർന്നത്. തീർച്ചയായിട്ടും അനുജത്തിയായ അമൃതയ്ക്ക് എല്ലാ ഭാവങ്ങളും ഉണ്ടാകട്ടെ. ഇതുപോലെ രസകരമായ സുന്ദര മുഹൂർത്തങ്ങൾ ജീവിതത്തിൽ ഉണ്ടാവട്ടെ. സന്തോഷങ്ങളും അനുഭവങ്ങളും ഒക്കെ നല്ല രീതിയിൽ ഉണ്ടാവട്ടെ. കൂടുതലായിട്ടൊന്നും എനിക്ക് തോന്നുന്നില്ല അനുഭവത്തെക്കുറിച്ച് അങ്ങനെ ഒരുപാടൊന്നും അങ്ങനെ പറയാനില്ല എന്ന് ഞാൻ മനസ്സിലാക്കുന്നത്. സത്യം സർവമംഗല്യമേ ശിവകാമി പ്രാണ സൗന്ദര്യമേ സത്യം സർവമംഗല്യമേ ശിവകാമി സൗന്ദര്യമേ പ്രേമസാര സങ്കൽപ്പമേ സർവലോക മംഗളധാരേ സർവ